ഇസ്രായേലിലെ ജെറുസലേമിലാണ്. ഈ കാണുന്നതൊരു ബസ് സ്റ്റേഷനാണ്, ഈ കാണുന്നതൊരു മെട്രോ സ്റ്റേഷനാണ്, ഇപ്പുറത്തുള്ളതൊരു ട്രെയിൻ സ്റ്റേഷനാണ് കണ്ട. അപ്പോൾ നമ്മൾ ഈ മെട്രോ കയറിയിട്ട് ദമാസ്കസ് ഗേറ്റ്, ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി, ഇപ്പോൾ വന്ന വണ്ടിയിലേക്ക് കയറാൻ പറ്റിയില്ല, അത് ഡോർ അടഞ്ഞു പോയി. ആൾക്കാർ കൂടുതലായിരുന്നു. ഷൈനി ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം. ആ ചേച്ചി അതിനകത്ത് കയറിപ്പോയി. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ട്രെയിനിൽ കയറി, അടുത്ത മെട്രോ എന്നാണ് ഇതിന് പറയണം, അടുത്ത മെട്രോയിൽ കയറിയിട്ട് ഞാൻ ഷൈൻ ചേച്ചിയുടെ അവിടെ നിൽക്കോട്ടെ. ഷൈൻ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്തത് വന്നിട്ടുണ്ട്. ഇതിലെങ്കിലും കയറി പറ്റണം. കറക്റ്റായിട്ട് കയറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഒതുങ്ങിന്നില്ലെങ്കിൽ ഇടിക്കും. ഇത് വേറെ സംഭവം കാണിച്ചത് ഇതുണ്ട്, ഇയാളുടെ തോക്കാണ് ഇരിക്കണം. അയ്യോ, ഇതിലെങ്കിലും കയറാൻ പറ്റുമോ? ഭാഗ്യം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും പിടിക്കാനുള്ള സൗകര്യം ഇല്ല, നമ്മൾ ഉരുണ്ട് വീഴും. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കണം. നല്ല തിരക്കാണ്. ഇത് കണ്ട. ഇതിനകത്ത് തന്നെയാണ് ഈ കാണുന്ന മഞ്ഞ കളറിലൊരു ബട്ടൺ കണ്ട, അത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാതിൽ തുറയും. അത് പുറത്തൊന്നും അകത്തൊന്നും ഉണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ മതിയായിരുന്നു നേരത്തെ അല്ലേ, അറിയാൻ പാടില്ല. പക്ഷെ അത് അറിയില്ല, ഇപ്പോഴാണ് പഠിച്ചത്. ഇങ്ങനെയല്ലേ പഠിക്കണം, ഇതിനകത്ത് ആദ്യമായിട്ടല്ലേ കാരണം. അപ്പോൾ ഇത് ജാഫ എന്ന് പറയുന്ന ഏരിയ കേട്ടോ, ജാഫ സ്ട്രീറ്റ്. അതും കഴിഞ്ഞ് നമ്മൾ ഡമാസ്കസിലോട്ടാണ് നമ്മളിപ്പോൾ പോണത്, ഡമാസ്കസ് ഗേറ്റ്. അപ്പോൾ നമ്മൾ ഡമാസ്കസ് ഗേറ്റിൽ വന്നിട്ട് മെട്രോ ഇറങ്ങി, എന്നിട്ട് ഇപ്പോൾ നടക്കുകയാണ്. ഇനി നമ്മൾ മറ്റേ എങ്ങോട്ട് പോകണമായിരുന്നു? നമ്മളിപ്പോൾ ഡമാസ്കസ് ഗേറ്റിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, നമ്മളിപ്പോൾ ഇവിടുന്ന് ബസ് എടുക്കുന്നത് ഒലിവുമലയുടെ മുകളിലേക്കാണ്. ഒലിവുമലയിൽ നിന്ന് നമുക്ക് ഒരു പനോരമിക് വ്യൂ ഉണ്ട്, ജെറുസലേം പഴയ പട്ടണം മൊത്തം കാണാവുന്ന രീതിയിൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഫുൾ വ്യൂ കണ്ട് എവിടേക്കാണ് ഇനി ഷെറിൻ്റെ ഇന്നത്തെ യാത്ര എന്ന് അവിടെ നിന്ന് നമ്മൾ ഒരു ഫാർ വ്യൂവിൽ കണ്ടിട്ട് നമ്മൾ തുടങ്ങാം. ഇതുണ്ട്, ഇതാണ് ദമാസ്കസ് ഗേറ്റ്. അതായത് 8 ഗേറ്റുകളുണ്ട്. ആ 8 ഗേറ്റുകൾ ഒന്നാണ് ഇത്. ഒരെണ്ണം സീൽ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോഴും. നമ്മുടെ ജെറുസലേം പഴയ പട്ടണം സംരക്ഷിക്കപ്പെടുന്നത് കോട്ടമതിലാണ്. കോട്ടമതിലിൽ ഒരുപാട് ഗേറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിലവിൽ 8 ഗേറ്റാണ്. ആ 8 ഗേറ്റിൽ ഒരെണ്ണം ഇപ്പോഴും സീൽ ചെയ്താണ് കിടക്കുന്നത്. അത് ഗോൾഡൻ ഗേറ്റാണ്. അതായത് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ച ഗേറ്റ്. അവസാന ഞായറാഴ്ച കഴുതപ്പുറത്ത് വന്നു ഈശോ ജെറുസലേമിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഗേറ്റാണ്. അടഞ്ഞാണ് കിടക്കുന്നത്. അന്നത്തെ ഗേറ്റ് അല്ല, ഒരുപാട് പ്രാവശ്യം തകർക്കപ്പെട്ട് പിന്നെയും പുനരുദ്ധാരണം നടന്ന അതിന്റെ മുകളിൽ കൂടെയൊക്കെ പണിത് പുതിയ കോട്ടമതിലിന്റെ ഗോൾഡൻ ഗേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് സീൽ ചെയ്തിരിക്കുകയാണ്. അതിനിയും തുറക്കണമെങ്കിൽ ഈശോയുടെ 2ാം വരവിൽ എന്നാണ് വിശ്വാസവും. പിന്നെ അതുപോലെ അവിടെയൊക്കെ വൈറ്റ് ബസ് കിടക്കണുണ്ടോ, ഇതെല്ലാം പാലസ്തീനിൽ നിന്നുള്ള ബസ്സാണ് കേട്ടോ. അതായത് നമുക്ക് ബെത്ലഹേം ഒക്കെ പോകണമെങ്കിൽ ഇവിടെയാണ് വന്ന് ബസ് കയറേണ്ടത്. ആ കിടക്കുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് ബെത്ലഹേം സൈഡിലോട്ട് പോകാം. അതായത് പാലസ്തീൻ ഏരിയയിലാണ് ബെത്ലഹേം ഉള്ളത്. ഈ പഴയ ജെറുസലേം നഗരം, അതായത് പുരാതന ജെറുസലേം നഗരം എന്ന് പറയുന്നത് കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ടാണ്. ആ മതിലാണ് ഈ കാണുന്നത് കണ്ട. അതിനകത്ത് 8 ഗേറ്റ് ഉണ്ട്. അതിലൊരു ഗേറ്റാണ് ഈ കാണുന്നത്, ദമാസ്കസ് ഗേറ്റ്. അതിനകത്ത് ഒരെണ്ണം തുറന്നിട്ടില്ല, 8 ഗേറ്റിൽ ഒരെണ്ണം ഓപ്പൺ അല്ല. ഈ കാണുന്ന ബസ്സൊക്കെ പാലസ്തീൻ ബസ്സുകളാണ്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ ഭാഗത്തോട്ട് ബസ് സർവീസ് ഒന്നുമില്ല. ഈ ഭാഗത്ത് നമുക്ക് ഇതേപോലത്തെ വൈറ്റ് കളർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാലസ്തീൻ സൈഡിലോട്ടൊക്കെ പോകട്ടെ, അതായത് ബെത്ലഹേം ഭാഗത്തോട്ടൊക്കെ പോകാം. അപ്പോൾ നമ്മളെ ഒലിവ് മലയിലോട്ടാണ് പോകണം. അപ്പോൾ ഈ 275 ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ, 95 ബാലൻസ് ഉണ്ട്. 95 5 ശക്കല്. ഈ ബസ്സിലും നമുക്ക് മറ്റേ കാർഡ് തന്നെ ഉപയോഗിക്കാം കേട്ടോ, നമ്മുടെ കാർഡ്. ഈ ജെറുസലേമിലെ പഴയ നഗരത്തിന്റെ ചുറ്റും ഉണ്ടായിരുന്ന കോട്ടമതില് പല കാലഘട്ടങ്ങളിൽ തകർക്കപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഈ കോട്ടമതില് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് അവര് നിർമ്മിച്ചതാണ്. പഴയ തകർക്കപ്പെട്ട കോട്ടയ്ക്ക് മുകളിലായിട്ടാണ് ഇപ്പോൾ കാണുന്ന മതിലൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു ഭാഗം പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെട്ടതാണ്. ഇത് ഈ ജോർദാൻ എന്ന രാജ്യത്തിന്റെ ഭാഗം കൂടിയാണ് കേട്ടോ. ഇതൊരു തർക്ക പ്രദേശമാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തിയത്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഈ ഒരു ബസ്, ഈ വെള്ള കളറിലെ ബസ് പലസ്തീൻ അതോറിറ്റിയുടെ ബസ്സാണ്. ഈ വെസ്റ്റ് ബാങ്ക് ഏരിയ ആയതുകൊണ്ടാണ് ഈ പലസ്തീൻ അതോറിറ്റിയുടെ ബസ്സുകൾ ഈ ഭാഗത്തു കൂടി യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒലിവ് മലയിലോട്ട് എത്തുന്നു. നേരെ ആ സൈഡിൽ കാണുന്നുണ്ടോ, അതാണ് പഴയ ജെറുസലേം നഗരം. ഇവിടെ വന്നാൽ നല്ല വ്യൂ കാണാം കേട്ടോ. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജെറുസലേം നഗരം നല്ല വിശാലമായി കാണാൻ പറ്റുന്ന ഒലിവ് മലയിലാണ്. ഇവിടെ ഒരു ഒട്ടകം ഇരിക്കുന്ന, ഒട്ടകം റെസ്റ്റ് ചെയ്യണം. ഇവിടെ കുറേ തുണിക്കച്ചവടക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ അമ്മ കിട്ടിലും വ്യൂ കാണാട്ടോ ഓരോന്ന്.
ഈ ഒലിവ് മലയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പഴയ ജെറുസലേം പട്ടണം, അതായത് പുരാതന ജെറുസലേം പട്ടണത്തിന്റെ കാഴ്ചയുണ്ട്. അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ കാണാം. ഈ ഒലിവ് മലയിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കുറെ ശവക്കല്ലറകൾ കാണാം. ഇവിടെ ഈ 3 മതസ്ഥരുടെയും കല്ലറകൾ ഉണ്ട് കേട്ടോ. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിംസിന്റെയും ഓരോ ഭാഗം തിരിച്ചിട്ട് ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ദൂരെ നേരെ കാണുന്നത് സ്വർണ്ണ കളറുള്ള ഒരു മകുടമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ഡോം ഓഫ് ദ റോക്ക്. പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയത് ഇവിടെ നിന്നാണെന്നാണ് മുസ്ലിം മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഈ ഡോം ഓഫ് ദ റോക്കിന്റെ ഉള്ളില് മധ്യഭാഗത്തായിട്ട് ഒരു വലിയൊരു പാറയുണ്ട്, അതാണ് ആ ഒരു സ്ഥലം. അതുപോലെ മക്ക മദീന കഴിഞ്ഞാല് മുസ്ലിം മതവിശ്വാസികൾ പ്രധാന ഒരു സ്ഥലമായിട്ട് കണക്കാക്കുന്ന സ്ഥലമാണിത്. ഈ ഡോം ഓഫ് ദ റോക്ക് നിർമ്മിച്ചത് AD 685 AD 691 ഇടയിൽ ഉമയ്യദ് അറബ് രാജവംശത്തിലെ 5ാമത്തെ ഖലീഫയായിരുന്ന അബ്ദുൽ മാലിക് ഇബ്നു മാർവാൻ ആണ് അത് നിർമ്മിച്ചത്. ഇനി ജൂത ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലി കൊടുക്കാൻ പോയ സ്ഥലമായിട്ടാണ് അവരത് വിശ്വസിക്കുന്നത്. പണ്ട് ജെറുസലേം ദേവാലയം നിന്നിരുന്നൊരു പ്രദേശം കൂടിയാണ്, അതുകൊണ്ടാണ് ഇതിനെ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്നത്. തൊട്ട് ഇപ്പുറത്ത് തന്നെ ഇടതുഭാഗത്തായിട്ട് കാണുന്നതാണ് അൽ അക്സ മോസ്ക്. ഇവിടെ ഈ മോസ്കിന്റെ തൊട്ട് പുറകിലായിട്ട് തകർക്കപ്പെട്ട 2ാം ജെറുസലേം ദേവാലയത്തിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമുണ്ട്, അതാണ് ഈ വെസ്റ്റേൺ വാൾ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അടുത്തു പോയി കാണാട്ടോ, വരുന്ന എപ്പിസോഡുകൾ നോക്കിയാൽ മതി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കവാടം കണ്ട, അതാണ് ഗോൾഡൻ ഗേറ്റ്. യേശുക്രിസ്തു ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ച ആ ഒരു ഗേറ്റ്, അതിന്ന് അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് ആണ് കേട്ടോ. ഈ പഴയ ജെറുസലേം പട്ടണത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 8 ഗേറ്റുകളുണ്ട്, അതിലൊന്നാണ് ഈ ഗേറ്റ്. ഇവിടെ നിന്ന് കാണുന്ന ഈ കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത് പോയി കാണാം കേട്ടോ. ലോകത്തിലെ 3 മതങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒറ്റ ഫ്രെയിമിൽ കാണാം. ഇവിടെ മുസ്ലിംസിന്റെ അൽ അക്സ മോസ്കും, തൊട്ടുപുറയിൽ യഹൂദരുടെ വിലാപമതിൽ എന്നറിയപ്പെടുന്ന വെസ്റ്റേൺ വാള്, തൊട്ട് ഇപ്പുറത്ത് നോക്കുമ്പോൾ ഡോം ഓഫ് ദ റോക്ക്, അതിൻ്റെയൊക്കെ പുറകു ഭാഗത്തായിട്ട് കാണുന്നത് യേശുക്രിസ്തു കുരിശിൽ മരിച്ച ഗാഗുൽത്ത മലയും അതുപോലെ കല്ലറയുള്ള ആ ഒരു സ്ഥലമാണ്, കല്ലറപ്പള്ളിയൊക്കെയുള്ള ആ ഒരു സ്ഥലവും. ഇതെല്ലാം നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാം. ഈ കാണുന്ന ഇച്ചിരി ഇല്ലാത്ത സ്ഥലത്തിന്റെ പേരിലാണ് ഇവിടെ തർക്കങ്ങളും യുദ്ധങ്ങളും നടക്കുന്നത്. ഇപ്പൊ കണ്ട എല്ലാ സ്ഥലങ്ങളും തൊട്ടടുത്ത് പോയിട്ട് കാണാം. അതിന്റെ ചരിത്രങ്ങളിലൂടെ നമുക്കൊരു യാത്ര. നാട്ടിലൂടെ ഒരു നല്ല യാത്രാ അനുഭവം ആശംസിക്കുന്നു. ആദ്യം തന്നെ ഒരു പുണ്യ സ്ഥലത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്, ഒലിവുമലയുടെ മുകളിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഈ ഷെറിൻ ഇപ്പം നിങ്ങളെ കാണിച്ച ഈ ഫാർ വ്യൂവിലുള്ള ഓരോ പുണ്യ സ്ഥലങ്ങളിലൂടെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നടന്നു പോകാൻ പോവുകയാണ്, കാൽനടയായിട്ട് നടന്നു പോകാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ കാണുന്നത് കല്ലറകളാണ്. ആ കല്ലറകളുടെ മുൻപിലായിട്ടാണ് നമ്മൾ ഈ കോട്ടമതിലും ആ ഒരു ഓൾഡ് സിറ്റിയും കാണുന്നത്. ആ കല്ലറകളുടെ ചരിത്രം എന്ന് പറയുന്നത്, ഈ ഓൾഡ് സിറ്റിയും ഈ ഒരു കോട്ടമതിലും സ്ഥിതി ചെയ്യുന്നത് ജെറുസലേം ദേവാലയം നിലനിന്നിരുന്ന സ്ഥലമാണ്. അന്നൊരു മൗണ്ട് ആയിരുന്നു അത്, അതുകൊണ്ടാണ് ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ മുൻപിൽ 3 മതസ്ഥർക്കും സെമിത്തേരി ഉണ്ട്. മുസ്ലിം മതക്കാർക്കും ജൂവിഷ് മതക്കാർക്കും ക്രിസ്ത്യൻസിനും 3 കൂട്ടർക്കും ഉണ്ട്. അതിൻ്റെ ഒരു വിശ്വാസവും ചരിത്രവും ഇതാണ്. മിശിഹായുടെ 2ാം വരവിലാണ് ഇനിയൊരു അന്ത്യവിധി നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മിശിഹായോടൊപ്പം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും എന്ന വിശ്വാസത്തിലാണ് ഇന്നത്തെ കാലത്ത് മരിക്കുന്നവരെ, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അടക്കുന്നത്. ഈ 3 മതക്കാരും ഇവിടെ കൊണ്ടുവന്ന് അടക്കുന്നുണ്ട്. അതായത് മിശിഹായുടെ വരവ് എന്നുള്ളത് 3 രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മിശിഹായുടെ ആദ്യത്തെ വരവ്, അവരിപ്പോഴും മിശിഹായുടെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ 2ാം വരവാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയുടെ വരവാണ്. അപ്പോൾ ഈ 3 കൂട്ടരും ഈ ഒരു വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന മതക്കാരാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉയർപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് അടക്കുന്നത്. ഇവിടെ ഒരു പ്രീഷ്യസ് സ്ഥലമാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സെമിത്തേരി വാങ്ങിക്കാൻ പറ്റത്തില്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അവർ ഓരോ കുടുംബക്കാരായിട്ട് അങ്ങനെ വാങ്ങിച്ചിടും. അവരുടെ കുടുംബക്കാർ മരിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അടക്കും. അതുപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ ആ ഒരു ഗോൾഡൻ ഗേറ്റിനൊരു ചരിത്രമുണ്ട്. അതായത് ഈശോ ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് സഞ്ചരിച്ച് വന്ന് ജെറുസലേം പ്രവേശനം നടത്തിയ സ്ഥലമാണ്. ജെറുസലേമിലേക്ക് പ്രവേശിച്ച ആ ഒരു ജെറുസലേം ദേവാലയത്തിൻ്റെ കിഴക്ക് വശത്തു നിന്നുള്ള വാതിലാണത്. ആ വാതിലിലൂടെ തന്നെയാണ് ഇനിയത്തെ വരവിലും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും എന്ന് പറയുന്നത്. അതായത് ഭൂമിയിലെ അതിവിശുദ്ധ സ്ഥലമാണ് ആദ്യത്തെ ആലയം നിന്നിരുന്ന സ്ഥലം. അബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുത്ത ആ ഒരു മോറിയ മലയും അനുബന്ധ ഭാഗങ്ങളും, അവിടെയാണ് ആദ്യത്തെ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്. ആദ്യത്തെ ദേവാലയം ബാബിലോൺ സാമ്രാജ്യം തകർത്തു. 2ാമത്തെ ദേവാലയം റോമൻ സാമ്രാജ്യം തകർത്തു. ആ 2ാമത്തെ ദേവാലയം ഉണ്ടായിരുന്ന സ്ഥലമാണത്. അപ്പോൾ ആ ഒരു പുണ്യ സ്ഥലത്തിൻ്റെ കിഴക്ക് വശത്തു നിന്നുള്ള വാതിലിലൂടെയാണ് ഇനി മിശിഹ വരുമ്പോൾ പ്രവേശിക്കുന്നതെന്നാണ് വിശ്വാസം. അപ്പോൾ
ജൂതമതത്തിനെ സംബന്ധിച്ചിടത്തോളം ജൂതമത വിശ്വാസപ്രകാരം ഈശോ ഒരിക്കലും മിശിഹ ആയിരുന്നില്ല, ഒരു റാബായി മാത്രമായിരുന്നു. വചനം പഠിപ്പിക്കാനും വിശദീകരിക്കാനും ഉപദേശിക്കാനും ഒക്കെ അവകാശമുള്ള ഒരു റാബായി മാത്രമായിരുന്നു. റാബായിമാർ ഒരിക്കലും ശവശരീരങ്ങളെ സ്പർശിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഈശോ വരുമ്പോൾ ശവശരീരങ്ങളെ സ്പർശിച്ച് ആ ഒരു പ്രവേശനം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കല്ലറ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും ഈ ഒരു കല്ലറയുടെ പിന്നിലുണ്ട്. പക്ഷേ നമ്മൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും ഒക്കെ മിശിഹ വരുമ്പോൾ കല്ലറകൾ തുറക്കപ്പെടും, മരിച്ചവർ അക്ഷയരായി അവനോടുകൂടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമെന്നാണ്. അപ്പോൾ വിശ്വാസങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ മനുഷ്യൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പല രീതിയിലാക്കുന്നു, സംഘർഷിക്കുന്നു. ഈ ഇത്രയും ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു. എന്താ പറയുക, ഒരു ആഭ്യന്തര പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത്ര സ്ഥലത്തിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോഴാണ് ഒരു അതിശയം നമുക്ക്, അല്ലേ? ഈ ഒരു അയൽ രാജ്യങ്ങളെയൊക്കെ എന്താ പറയുക, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങളിടയ്ക്ക് ഫണ്ണിയായിട്ട് പറയും, ഞങ്ങൾ യൂട്യൂബേഴ്സ്, ഇവിടെ ഇസ്രായേലിലെ യൂട്യൂബേഴ്സ് ഞങ്ങൾ പറയും, മിശിഹ വരുമ്പോൾ നമ്മളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്തു നിന്ന് വീഡിയോ എടുക്കണം. ഫണ്ണിയായിട്ട് പറയുന്ന കേട്ടോ. ഒരാൾ മുകളിൽ നിന്ന് എടുക്കണം, ഒരാൾ താഴെ നിന്ന് പറയണം, ലൈവായിട്ട് നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒലിവ് മലയിലാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് ബസ്സിനാണ് വന്നത്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും. കാണാത്തൊരു കഴിഞ്ഞ എപ്പിസോഡുകളുണ്ട് ഒക്കെ. ഇസ്രായേലിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ അതിലുണ്ടാവും. ഇനി വരാൻ പോണ എപ്പിസോഡുകളിലും ഇസ്രായേലിൻ്റെ കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒലിവ് മലയിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി മൊത്തം കാൽനടയുണ്ടോ, നടന്ന് കാണാൻ പോണേന്ന് വിശുദ്ധനാട് മുഴുവനും. ഒലിവ് മലയിൽ നമ്മൾ ഇങ്ങനെ വന്ന് ഈ കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഏത് വഴിയാണെന്നറിയാമോ? ഈശോ ജെറുസലേം നഗരത്തിൽ ഓശാന ഞായറാഴ്ച പോയില്ലേ, അതേ വഴി. ഓശാന വീതി അല്ലേ? ഓശാന വീതി, യെസ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ് അവിടെ പോകുക, അവിടെ നമ്മളൊരു കഴുതക്കുട്ടിയെ കാണും, അതിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ആ കഴുതപ്പുറത്ത് ഇരുത്തിയാണ് ആളുകൾ ആഘോഷത്തോടുകൂടി ആരവത്തോടുകൂടി ഓശാന പാടി ഈശോയെ എതിരേറ്റ് ജെറുസലേമിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ നടന്നു പോയ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മൾ ഈ നടക്കുന്നത്. ഇവിടെ കണ്ട, അതെ നമ്മള് നേരത്തെ കണ്ട ആ കല്ലറയുടെ ഭാഗത്ത് വന്നിട്ടോ. ഇതിന്റെ മുകളിൽ എന്താണ് കല്ലേറ്റി വെച്ചാണ്? ഇവിടെ നമ്മള് നാട്ടിലെ ശവക്കല്ലറയിൽ പോകുമ്പോൾ പൂവൊക്കെ അല്ലേ കൊണ്ടുവെക്കുന്നത്, പൂവ് തിരി ഒക്കെ. ഇവിടെ ശവക്കല്ലറകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ അവര് കല്ലാണ് വെക്കുന്നത്. അതായത് ഓർമ്മകൾ കല്ലുപോലെ ദൃഢം. അതാണ് അതിന്റെ പിന്നിലെ ലോജിക്ക്. അവര് കല്ല് പെറുക്കി വെക്കും. പൂവാണെങ്കിൽ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് പാടിപ്പോ. അതെ, ഇപ്പൊ ഈ വർഷത്തെ മരണ ആനിവേഴ്സറിക്ക് അവർ വന്ന് വെച്ചിട്ട് പോകുന്ന കല്ല് അവർ അടുത്ത വർഷം വരുമ്പോഴും അവിടെ തന്നെ കാണും. അതായത് അവരുടെ ഓർമ്മകള് കല്ലുപോലെ ദൃഢം എന്നാണ് അതിന്റെ ലോജിക്ക്. സാഹിത്യം കൊമ്പുകളും ജൈവിളികളുമായി യേശുക്രിസ്തുവിനെ ഓശാന പാടി ജെറുസലേം പട്ടണത്തിലേക്ക് പോയ ആ ഒരു വഴിയാണ് ഈ കാണുന്നത്. യേശു ജെറുസലേം പട്ടണത്തിലേക്ക് ആദ്യമായി പ്രവേശിച്ച ദിവസമാണ് ഓശാന ഞായറായിട്ട് ക്രിസ്ത്യൻ വിശ്വാസികൾ ആചരിക്കുന്നത്. ബെത്പഗെ എന്ന സ്ഥലത്ത് നിന്ന് കഴുതപ്പുറത്ത് ഈശോയെ ഇരുത്തി ആളുകൾ സാഹിത്യം കൊമ്പുകളും ഈന്തപ്പനയോലകളും വീശി ഓശാന പാടി ഈശോയെ കൊണ്ടുവന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വഴിയെ ഓശാന വീതി എന്നാണ് പറയുന്നത്. ഈ സാഹിത്യം കൊമ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഈ സാഹിത്യം കൊമ്പ് എന്ന് പറഞ്ഞാല് ഒലിവോലയാണ്. അതായത് ഹീബ്രു ഭാഷയിൽ സൈത്ത് എന്ന് പറഞ്ഞാൽ ഒലിവ് എന്നാണ് അർത്ഥം. അങ്ങനെ ഈ വഴി പോകുന്നത് ഗോൾഡൻ ഗേറ്റിലേക്കാണ്. അതായത് ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള കിഴക്ക് ഭാഗത്തുള്ള ഗേറ്റ്. അങ്ങോട്ടാണ് നമ്മൾ നടക്കുന്നത്. ഈ വഴിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഓശാന വീതിയുടെ ഭാഗത്ത് തന്നെയാണ് ഈശോ ജെറുസലേം പട്ടണത്തെ നോക്കി വിലപിച്ച സ്ഥലവും ഈശോ യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട ഗെത്സമേൻ തോട്ടവും ഈ ഭാഗത്ത് തന്നെയാണ്. അതുപോലെ തന്നെ മാതാവ് സ്വർഗാരോഹണം ചെയ്ത സ്ഥലവും ഈ വഴി തന്നെയാണ്. അതുമാത്രമല്ല, യേശുക്രിസ്തു മരണശേഷം സ്വർഗത്തിലേക്ക് പോയതും ഈ ഭാഗത്തുള്ള സ്ഥലമാണ്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാട്ടോ. ഈ ഓശാന വിധി പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 2000 വർഷമായില്ലേ. പുതിയ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. വിവിധ മതക്കാരുടെ ശ്മശാനങ്ങളും അതുപോലെ ഇതിന്റെ നടുവിലൂടെ പല വഴികളൊക്കെ വന്നു. പണ്ട് ആ നേരെ കാണുന്ന ഗേറ്റിലേക്ക് നേരെ പോകായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ പണ്ട് പഠിക്കും, ബൈബിൾ ക്വിസിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കും, പരീക്ഷ എഴുതും, മാർക്ക് വാങ്ങിക്കും, എല്ലാം ഒക്കെയാണ്. പക്ഷെ നമ്മളിതൊന്നും ആഴത്തിൽ ചിന്തിക്കുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ഓശാന വീതിയിലൂടെ പോകുമ്പോൾ ഈശോ ജെറുസലേമിനെ നോക്കി വിലപിച്ച സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്രയും ദൂരത്ത് നിന്നാണ് ഈശോ ജെറുസലേമിനെ നോക്കി വിലപിച്ചത്.
ഈ ഓശാന ഞായറാഴ്ചയാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി കച്ചവടക്കാരെയും കവർച്ചക്കാരെയും പുറത്തിറക്കി നിങ്ങളെൻ്റെ പിതാവിൻ്റെ ഭവനത്തിനെ കച്ചവട സ്ഥലമാക്കുന്നോ എന്ന് ചോദിച്ചിട്ട് ഈശോ ദേഷ്യപ്പെടുന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെയൊക്കെ നേർക്കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നത്. ശരിക്കും ഈ ഒരു വിശുദ്ധ നാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ബാല്യകാല ആ ഒരു പഠനങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകേണ്ട ഒരു സമയമാണ്. ശരിക്കും ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ ബൈബിൾ എടുത്ത് വെച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നല്ല ആത്മാവിൻ്റെ അനുഭവത്തിൽ ആഴത്തിൽ പഠിക്കാൻ പറ്റും. നമ്മൾ വന്ന സ്ഥലമുണ്ട് കാണുന്നത്. ആ മലയിൽ നിന്നാണ് നമ്മൾ ഓശാന വീതിയിലൂടെ താഴത്തോട്ടിറങ്ങി ഗെത്സമേൻ തോട്ടമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ജെറുസലേം പട്ടണം ഈ ഭാഗത്താണ് കണ്ട. അപ്പോൾ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പോകുന്ന തിരക്കിലാണ്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ജെറുസലേമിലേക്കാണ്. ജെറുസലേം പഴയ പട്ടണത്തിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഇവിടുത്തെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഈ കാണാട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെല്ലുന്നത് ഗോൾഡൻ ഗേറ്റിൻ്റെയൊക്കെ ഭാഗത്തേക്കാണ്. അവിടുത്തെ കാഴ്ചകളാണ്. നല്ല കയറ്റം ഉണ്ടോ, ഞാൻ കഥക്കെ ഉണ്ട്. ഇവിടെ കുറേ മിഠായികളുണ്ടല്ലോ. ഹായ്, പള്ളിയിലൊക്കെ കഴിഞ്ഞ ആളുകൾ പോവല്ലേ, അപ്പോൾ നല്ല കച്ചവടമായിരിക്കും. ഷാളല്ലല്ലേ, ഇത് വരെ തറയിലിടണമെന്ന് തോന്നുന്നു. ഇത് ഈ കാണുന്ന മതിലുണ്ട്, ഇതാണ് പഴയ ജെറുസലേം പട്ടണത്തിലെ കോട്ട മതിൽ കേട്ടോ. ഇത് ഒട്ടോമൻ എംപയർ ഉണ്ടായിരുന്ന കാലത്ത് നിർമ്മിച്ച അതേ മതിലാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ജെറുസലേം പട്ടണത്തിൻ്റെ കോട്ട ഉണ്ടായിരുന്നതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് മുകളിലോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയത്. മനസ്സിലായോ? ഒലിവ് മല കണ്ട, അത് ദൂരെ കാണുന്ന ആ ഒരു മലയാണ് ഒലിവ് മല. താഴത്ത് നമുക്ക് മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ ശ്മശാനം നമുക്ക് കാണാം. ഗെത്സമേൻ തോട്ടമാണ് ഈ കാണുന്നത്. ആ പള്ളി കണ്ട, പള്ളിയുടെ ഭംഗി ഇപ്പോഴാണ് കാണുന്നത്. നല്ല രസമില്ല കാണാനായിട്ട്. അതിനകത്ത് നല്ല കളർഫുൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗെത്സമേൻ തോട്ടം ഇവിടെ നോക്കുമ്പോൾ കാണാം. അതുപോലെ തന്നെ ഈ നേരെ കാണുന്നത് മദ്ദലേന മറിയത്തിൻ്റെ പേരിലുള്ള ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്. തൊട്ടിപ്പുറത്ത് വേറൊരു പള്ളിയാണ്, അതാണ് കണ്ണുനീരിന്റെ പള്ളി. അതായത് ഈശോ ജെറുസലേമിനെ നോക്കി വിലപിച്ച സ്ഥലം, കണ്ണുനീരിന്റെ ദേവാലയം, ഡോമിനോസ് ഫ്ലെവിത്തസ്. യെസ്, നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് അങ്ങോട്ട് പോകാൻ പോകണം. അതായത് ആ പള്ളിയുടെ ആകൃതി ഒരു കണ്ണുനീരിന്റെ ആകൃതിയാണ് കണ്ട, കണ്ണുനീർ തുള്ളിയുടെ ആകൃതിയാണ്, കണ്ണുനീർ തുള്ളി. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ശ്മശാനം, ഇത് പല വിഭാഗക്കാരുടെ ഉണ്ട്. ഈ മോളിൽ കാണുന്നത് ജൂതന്മാരുടെ കല്ലറയാണ്, താഴെയുള്ളത് ക്രിസ്ത്യൻസിൻ്റെയാണ്. ഈ ഭാഗത്താണ്, അതായത് ഈ മതിലിനോട് ചേർന്നാണ് മുസ്ലിംസിൻ്റെ കല്ലറ ഉള്ളത് കണ്ട. അങ്ങനെ 3 മതവിഭാഗക്കാരുടെ ശ്മശാനങ്ങൾ ഇവിടെയുണ്ട്. ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ ഗേറ്റ് കണ്ട. നമുക്ക് ആക്ച്വലി അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ കല്ലറകളുണ്ട്, അതുപോലെ അവിടെ ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗോൾഡൻ ഗേറ്റ് ഒട്ടോമൻ ഭരണകാലത്ത് തന്നെ ഇങ്ങനെ അടച്ചു പൂട്ടിയതാണ് കണ്ട, മൊത്തം അടച്ചു കളഞ്ഞു ആ കവാടം. അപ്പോൾ ഇതാണ് ഈശോ ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്തിരുന്ന് ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ച ആ ഒരു വാതിൽ. ഈ ഗേറ്റിന് തൊട്ടടുത്തായിരുന്നു ജെറുസലേം ദേവാലയം നിന്നിരുന്നത്. ഈ ദേവാലയം നിന്നിരുന്ന സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലം എന്നാണ് പറയുക. യേശുവിന്റെ കാലത്ത് അന്നുണ്ടായിരുന്നത് 2-ാം ജെറുസലേം ദേവാലയമായിരുന്നു. ആദ്യത്തെ ജെറുസലേം ദേവാലയം ബാബിലോൺകാരുടെ കാലത്ത് തകർക്കപ്പെട്ട ശേഷം 2ാമത് നിർമ്മിച്ചതായിരുന്നു 2-ാം ജെറുസലേം ദേവാലയം. ആ 2-ാം ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടത് റോമാക്കാരുടെ കാലത്തായിരുന്നു. ആ ദേവാലയത്തിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. അതാണ് വെസ്റ്റേൺ വാള്. ഈ കാണുന്നതാണ് അത്. ഇതിനെയാണ് യഹൂദര് വിലാപമതിൽ എന്ന് വിളിക്കുന്നത്. ക്രിസ്തുമത വിശ്വാസപ്രകാരം ലോകാവസാനത്തില് ക്രിസ്തുവിന്റെ 2-ാം വരവില് സ്വർഗാരോഹണം ചെയ്തു പോയ ഒലിവ് മലയിൽ വന്നിറങ്ങി കെദ്രോൻ താഴ്വര കടന്ന് ഈ കാണുന്ന ഗോൾഡൻ ഗേറ്റിലൂടെ അതിവിശുദ്ധ സ്ഥലമായ ജെറുസലേമിലേക്ക് പ്രവേശിക്കും എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതേ കാര്യം തന്നെ മുസ്ലിം മത വിശ്വാസപ്രകാരം ഈസാ നബിയുടെ വരവിനായും കാത്തിരിക്കുന്നു. യഹൂദരെ സംബന്ധിച്ച് മിശിഹ ഇതുവരെ വന്നിട്ടില്ല. അവർ മിശിഹായുടെ 1-ാം വരവിനായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ ഈ 3 മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന സ്ഥലമാണ് ജെറുസലേം. അതുകൊണ്ട് തന്നെ മിശിഹ വരുമ്പോൾ മരിച്ചവരുടെ കല്ലറ തുറന്നു വന്ന് മിശിഹായോടൊപ്പം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ പല മതസ്ഥരും കല്ലറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു ഗോൾഡൻ ഗേറ്റിനോട് തൊട്ടടുത്തുള്ള ഈ ഒരു കോട്ടമതിലിന്റെ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് സത്യമാണോ എന്ന് വിശ്വസിക്കാനും പോലും പ്രയാസമുള്ളൊരു കാര്യമുണ്ട്. അതായത് യഹൂദന്മാർ ദൈവം എന്നുള്ള നാമം, യാഹ്വേ എന്നുള്ള നാമം, യൂദ് ഹെയ് വാവ് ഹെയ്, ആ അക്ഷരങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ആ നാമം പൂർണ്ണമായിട്ട് പറയാൻ പോലും അവർ യോഗ്യരല്ല എന്നാണ് അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും. അപ്പം യൂദ്
ഹേയ് വാവ് ഹേയ് ഈ 4 അക്ഷരങ്ങൾ കൂടുന്നതാണ് യാഹ്വേ എന്നുള്ള ആ ഒരു പേര്. ഈ അക്ഷരങ്ങൾ തനിയെ എന്താ പറയുന്നത് ചെടിയായിട്ട് ഇവിടെ കിളുക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് വിശ്വസിക്കാനൊരു പ്രയാസമാണ്. എന്നാലും നമ്മുടെ കൺമുന്നിൽ അത് കാണുമ്പോൾ നമുക്കതൊരു അതായത് ആ ഒരു അന്തിമകാലത്തിനോട് അടുക്കും തോറും ആ യൂദ് ഹേയ് വാവ് ഹേയ് എന്നുള്ള 4 അക്ഷരം പ്ലാന്റായിട്ട് തന്നെ ഇവിടെ വളരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ അവരത് കളയുന്നില്ല. ആ ഒരു ആകൃതി, ആ അക്ഷരങ്ങളുടെ ആകൃതിയിലാണ് അത് വരുന്നത്. അതാണത് ഇവിടെ കാണുന്നത്. അത് രണ്ടാമത്തെ അക്ഷരം കൃത്യമാണ് ഹേയ് എന്നുള്ള അക്ഷരം. യൂദ് നമ്മൾ ഹീബ്രു ലാംഗ്വേജ് ആണോ? ഹീബ്രു. യൂദ് ഹേയ് വാവ് ഹേയ് ഈ 4 അക്ഷരമാണ്. യൂദും നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഇൻവേർട്ടഡ് കോമ ഇടത്തില്ലേ, അങ്ങനെയാണ് യൂദ് എന്നുള്ളൊരു അക്ഷരം. ഹേയ് എന്ന് നമ്മൾ എഴുതുന്നത് നമ്മളിങ്ങനെ ഒരു റാ പോലെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വരയും കൂടെ വരുമ്പോഴാണ് അത് ഹായ് ആവുന്നത്. പിന്നെ വാവ് എന്ന് പറയുന്ന അക്ഷരം ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹേയ്, വീണ്ടും ആ ഹേയ്, അതാണ് 4 അക്ഷരം വരുന്നത്. അത് കറക്റ്റാണ്. ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റാണ്. മനസ്സിലായോ? ഈ കാണുന്നത് അത് ഭയങ്കര ഒരു അത്ഭുതമാണ് ശരിക്കും. അത് നമ്മളങ്ങനെ നിരസിച്ച് കളയാനും പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ യൂദ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻവേർട്ടഡ് കോമ പോലെയാണ് തോന്നുന്നത്. മറ്റേത് ഹേയ് എന്നുള്ള അക്ഷരത്തിൽ നമ്മളിങ്ങനെ അറിയില്ല. അത് കറക്റ്റായിട്ട് ഇവിടെ ഹീബ്രു ലാംഗ്വേജിലാണ് അത് ആ പ്ലാന്റ് വരുന്നതെന്നാണ് പറയുന്നത്. ഹീബ്രു അക്ഷരങ്ങൾ പഠിക്കുന്നവരോ ഹീബ്രു ലാംഗ്വേജ് പഠിക്കുന്നവരോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താ പറയുക പ്രിൻറ്റിങ് ലെറ്ററിലുള്ള യൂദ് ഹേയ് വാവ് ഹേയ് ഈ 4 അക്ഷരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് നോക്കിക്കുക. നിങ്ങൾക്കതൊക്കെ വെളിപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മഴ വരുന്നു, കാറ്റ് വരുന്നു, ഭൂകമ്പങ്ങൾ വരുന്നു, അതിനെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അല്ല, നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ അക്ഷരം ആ ചെടി അക്ഷരമായിട്ട് വരാണ്. അതായത് യാഹ്വേ എന്നുള്ള പേര് അവർ ഒരുമിച്ച് ഉച്ചരിക്കത്തില്ല. അതിനുപോലും അർഹരല്ല മനുഷ്യൻ എന്നുള്ളതാണ് ജൂതമതത്തിൻ്റെ വിശ്വാസം. അവർ ആ അക്ഷരങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് നമ്മൾ യഹോവ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ആ അക്ഷരങ്ങൾ പറയുക ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ യൂദ് ഹേയ് വാവ് ഹേയ് എന്ന് പറയുക ചെയ്യുന്നത്. ആ നെയിം അവർ കംപ്ലീറ്റ് ആയിട്ട് ഉച്ചരിക്കത്തില്ല യഹൂദന്മാർ. നമ്മൾ ഓൾറെഡി ഗോൾഡൻ ഗേറ്റിനെ കുറിച്ച് പലതവണ പറഞ്ഞു. എന്നാലും കൺക്ലൂഷനായിട്ട് ഒന്നുകൂടി പറയുവാണ്. ഈശോയുടെ 2ാം വരവ്, ക്രിസ്ത്യാനികൾ പ്രതീക്ഷിക്കുന്ന 2ാം വരവ്, ജൂതന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്ന മിശിഹായുടെ ആദ്യത്തെ വരവ്, മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈസാ നബിയുടെ വരവ്, ഇതെല്ലാമാണ് നമ്മുടെ മിശിഹായുടെ വരവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശോ വരുമ്പോഴാണ്, ഇനി ആ മിശിഹ വരുമ്പോഴാണ് ഈ ഒരു ഗോൾഡൻ ഗേറ്റ് തുറക്കപ്പെടാൻ പോകുന്നതെന്നാണ് വിശ്വാസം. ഈശോ വരുമ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുസരിച്ച് എവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയോ ഒലിവുമലയുടെ മുകളിൽ അവിടെ തന്നെ വന്നിറങ്ങുമെന്നും ഈ കെദ്രോൺ താഴ്വര കടന്ന് അന്ന് ഈ താഴ്വര 2ആയി പിളർന്ന് ഇവിടെ ഒരു ജലാശയം ഉണ്ടാകുമെന്നൊക്കെയാണ് പഴയ നിയമത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. ഈ ഒലിവുമലയിൽ വന്നിറങ്ങുന്ന ഈശോ കെദ്രോൺ താഴ്വര കടന്ന് ഇവിടേക്ക് വന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് കിഴക്കുവശത്തു നിന്ന് പ്രവേശിച്ചിരുന്ന ഈ ഒരു കരുണയുടെ കവാടത്തിലൂടെ, ഗോൾഡൻ ഗേറ്റിലൂടെ അകത്ത് കയറിയിരുന്ന ഈ ലോകത്തെ മുഴുവൻ വിധിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കാഴ്ചകൾ, അടുത്ത വിശുദ്ധ നാടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ ബൈ.